സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 22. തുടർന്ന് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലവും മറ്റും സീമ വിശദീകരിച്ചു. വിൻസെൻറ്റിനെ താൻ ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ജോഷി അയാളെ കണ്ടുപിടിച്ചത് വരെയുള്ള സംഭവങ്ങൾ ചുരുക്കി പറഞ്ഞു. പ്രേതകഥ കേൾക്കുന്ന കുട്ടിയുടെ സന്ത്രാസത്തോടെ ജോഷി അവൾ പറഞ്ഞതെല്ലാം കേട്ടു. ഒടുവിൽ ചിന്താഭാരത്തോടെ ഒരു കസേരയിലേക്ക് ചാഞ്ഞു. അയാൾ നെറ്റി തടവിക്കൊണ്ട് ഏറെ നേരം മൂകനായി ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് നടന്നു. ശരി, വിൻസെൻ്റ് ഇപ്പോൾ എവിടെയുണ്ട്? സീമ മന്ദഹസിച്ചു. എനിക്കറിയാം. ജോഷി ചായൻ അവസാനം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കുമെന്ന്. പോലീസിന് കൈവിട്ടുപോയ പ്രതിയെ കിട്ടിയാൽ മതി, തൃപ്തിയായി. സത്യം അറിയണ്ട. ഔസേപ്പച്ചൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ജോഷി ചായൻ ചോദിച്ചില്ല. സെബാസ്റ്റ്യൻ എവിടെയുണ്ടെന്ന് ചോദിച്ചില്ല. ശരി, സെബാസ്റ്റ്യൻ എവിടെയുണ്ട്? ഞാനത്ര പൊട്ടിയൊന്നുമല്ല ജോഷി ചായ. സെബാസ്റ്റ്യൻ എവിടെയുണ്ടോ അങ്ങോട്ടാണ് വിൻസെൻറ്റും പോയിരിക്കുന്നതെന്ന് ജോഷി ചായൻ അറിയാം. ജോഷി ചായൻ ഇപ്പോൾ ആവശ്യം വിൻസെൻറ്റിനെയാണ്. അതെ, ജോഷി സമ്മതിച്ചു. എന്നാൽ ജോഷി ചായൻ ഒന്ന് മനസ്സിലാക്കിക്കോ, വിൻസെൻറ്റിനെ ഞാൻ ഒരു പോലീസിനും ഒറ്റുകൊടുക്കില്ല. ഔസേപ്പച്ചൻ്റെയും സെബാസ്റ്റ്യൻ്റെയും കയ്യിൽ വിലങ്ങ് വെച്ചിട്ടല്ലാതെ ജോഷി ചായന് വിൻസെൻറ്റിനെ തൊടാൻ പോലും സാധിക്കില്ല. സീമേ, നീ അയാൾക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അവനെ പോലീസിന് വിട്ടുതരികയാണ് വേണ്ടത്. ബാക്കിയുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ഇല്ല, എന്നെ കൊന്നാലും ശരി, വിൻസെൻ്റ് എവിടെയുണ്ടെന്ന് ഞാൻ പറയില്ല. അത് പറയാതെ നിനക്കിനി ഈ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. വേണ്ട, ഞാൻ വീട്ടുതടങ്കലിൽ കിടന്നോളാം. വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ പൂരിപ്പിച്ചോട്ടെ. വിൻസെൻറ്റിനെ ഞാനിപ്പോൾ സ്നേഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വാശിയുടെ അർത്ഥം ജോഷി ചായന് മനസ്സിലായി കാണുമല്ലോ. ജോഷിയുടെ മുഖം ഇരുണ്ടുപോയി. കോട്ട റെയിൽവേ സ്റ്റേഷൻ മുതൽ ഗുമാൻപുര വരെയുള്ള റോഡ് തിരക്കേറിയതായിരുന്നു. 3 വീലർ പിക്കപ്പ് വാനുകളും കുതിരവണ്ടികളും ഒട്ടകവണ്ടികളും മുട്ടുയൊരുമി എന്നോണം തലങ്ങും വിലങ്ങും കടന്നുപോയിക്കൊണ്ടിരുന്നു. നവംബർ മാസമായതിനാൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശീതകാലത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ചോപ്പടകളുടെ മുന്നിൽ കരിമ്പടമോ കമ്പിളിയോ ഷാളോ പുതച്ച് ആളുകൾ അലസരായിരിക്കുന്നത് കാണാമായിരുന്നു. തണുപ്പിൻ്റെ സൂചികൾ അസ്ഥിയിലേക്കും മജ്ജിയിലേക്കും തുളച്ചു കയറും പോലെ വിൻസെൻറ്റിന് തോന്നി. യഹാംസെ മിലേഗി സാഹബ്, ബസ് കോട്ട ഡാം കേലിയെ. കോട്ട ഡാമിലോട്ട് ഇവിടുന്ന് ബസ് കിട്ടും സാർ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞു. വിൻസെൻ്റ് കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി. കിത്തന റുപ്പയ ഹുവാ? എത്രയായി? 20 റുപ്പയ, 20 രൂപ. യഹുത്തോ ജ്യാദാ ഹേ നാ? അത് കൂടുതലല്ലേ? ക്യാ സാബ്, ഹമേ ഭീ തോ ജീനാ ഹേ, ഇസ്കോ ഭീ ഖിലാനാ ഹേ. എന്താണ് സാർ, ഞങ്ങൾ വണ്ടിക്കാർക്ക് ജീവിക്കണ്ടേ? കുതിരയ്ക്കും തീറ്റി വേണ്ടേ? ഗോതമ്പ് ചാക്കുകൾ അട്ടിയടുക്കിയ വണ്ടി വലിച്ചുകൊണ്ട് നീങ്ങിയ ഒട്ടകം കടന്നു പോകാൻ വേണ്ടി വിൻസെൻ്റ് അല്പം കാത്തുനിന്നു. കുറച്ച് പുറകിലായി വേറെ 2 ഒട്ടകവണ്ടികൾ കൂടി വരുന്നുണ്ടായിരുന്നു. വിൻസെൻ്റ് ഒരു കടയിൽ കയറി ചാര നിറമുള്ള ഒരു സെറ്ററും ഒരു കറുത്ത കമ്പിളി ഷാളും ഒരു മഫ്ലറും മങ്കിക്യാപ്പും വാങ്ങി. തണുപ്പ് കാലം തുടങ്ങുന്നതിനാൽ രാത്രിയിൽ വെളിയിൽ കഴിച്ചു കൂട്ടാൻ ഇത്രയുമെങ്കിലും അത്യാവശ്യമായി വരുമെന്ന് അവൻ കണക്കുകൂട്ടി. ചിക്ബലാപൂരിലേക്ക് പോയപ്പോൾ കെട്ടിയ പ്രച്ഛന്നവേഷം ഇവിടെയും തന്നെ തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു വിൻസെൻ്റ്. കോട്ടാപ്പട്ടണം വിട്ട ബസ് അകലും തോറും ജനവാസ കേന്ദ്രങ്ങളും വലിയ കെട്ടിടങ്ങളും വിരളമായി. ഒറ്റതിരിഞ്ഞ വൃക്ഷങ്ങളും വരണ്ട വയലുകളും ഇടയ്ക്കിടെ ഭാരവണ്ടി വലിച്ചു നീങ്ങുന്ന ഒട്ടകങ്ങൾ. തൻ്റെ കയ്യിൽ ആകെയുള്ളത് ഏതാനും ടെലിഫോൺ നമ്പറുകൾ മാത്രമാണെന്ന് വിൻസെൻ്റ് ഓർത്തു. സീമയുടെ സഹായം മാത്രമാണ് ഇപ്പോഴും പ്രതീക്ഷ നിലനിർത്തുന്നത്. സെബാസ്റ്റ്യൻ എവിടെ പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിക്കാൻ ഉതകുന്ന വിവരങ്ങൾ ശേഖരിച്ചു തരാൻ അവൾക്ക് കഴിയുമെന്ന വിശ്വാസം. അവളുടെ വീട്ടിലുണ്ടായ പ്രതിസന്ധി അവൾ എങ്ങനെ തരണം ചെയ്തുവെന്ന് വിൻസെൻറ്റിന് ഒരു ഊഹവും കിട്ടിയില്ല. അവൾ വീട്ടുതടങ്കലിലോ പോലീസ് ഭീഷണിയുടെ നിഴലിലോ അല്ലെന്ന് മാത്രം അറിവായി. ജീവൻ പോയാലും അവൾ തന്നെ ഒറ്റുകൊടുക്കുകയില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ രാത്രിയിലെ രക്ഷപ്പെടലിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഉൾക്കിടിലത്തിൽ ദേഹം കുളിർക്കോരിയിടുന്നു. അത് അത്ഭുതകരമായിരുന്നു, അവിശ്വസനീയവും. ഒരുപക്ഷെ സീമയ്ക്കല്ലാതെ മറ്റാർക്കും അത്തരമൊരു ആപത്കണ്ഡത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. പോലീസിൽ കുടുങ്ങിയല്ലോ എന്ന് കരുതി പാതി ചത്ത് തൂക്കുമരവും മനസ്സിൽ കണ്ട് ചലിക്കാൻ പോലും ആവാതെ നിൽക്കുമ്പോൾ പൊടുന്നനെ ഒരു ഉയർത്തെണീൽപ്പ്. അവളുടെ ആ സാഹസത്തിന് ഫലമുണ്ടാകാതെ വരരുത്. അവളുടെ പ്രാർത്ഥനയും അഭിലാഷങ്ങളും പ്രയത്നങ്ങളും പാഴായി പോകരുത്. മജ്ജയിലേക്ക് കൂടി അരിച്ചിറങ്ങുന്ന ആ തണുപ്പിലും വിൻസെൻറ്റിൻ്റെ ചോരയിൽ ആവേശത്തിൻ്റെ ഒരു കുതിപ്പുണ്ടായി. ഒറ്റതിരിഞ്ഞ നെല്ലിമരങ്ങളും പച്ചപ്പാർന്ന വിജന മൈതാനങ്ങളുമുള്ള ഗ്രാമങ്ങൾ പിന്നിട്ടോടി മറഞ്ഞുകൊണ്ടിരുന്നു. ബോറ പാസിലെത്തിയപ്പോൾ ബസ് കോട്ട ഡാം റോഡിലേക്ക് തിരിഞ്ഞു.
ജവാഹർ സാഗർ ബാന്ദ് എന്ന ചൂണ്ടുവരിക റോഡരികിൽ വിൻസെൻ്റ് കാണുകയുണ്ടായി. ഗുമാൻപുരയിൽ നിന്ന് 29 കിലോമീറ്റർ ബസ് ഓടിക്കഴിഞ്ഞിരുന്നു. ഇനി 6 കിലോമീറ്റർ കൂടി പോയാൽ കോട്ടാഡാമായി. റോഡിന് ഇരുവശവും കാടുകളായിരുന്നു. ബസ് ഇറക്കമിറങ്ങുകയാണ്. വളവും തിരിവും കയറ്റവും ഇറക്കവുമുള്ള റോഡിലൂടെ 6 കിലോമീറ്റർ താണ്ടി ബസ് ജവാഹർ സാഗർ ബാന്തിലെത്തി. ഡാമിനിപ്പുറം ചെക്ക് പോസ്റ്റിൽ ബസ് നിന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ആകമാനം ഒന്ന് നോക്കി. പിന്നെ പുറത്തിറങ്ങി കടന്നുപോയിക്കൊള്ളാൻ സിഗ്നൽ നൽകി. ചെക്ക് പോസ്റ്റിനടുത്തുള്ള സ്വപ്നാനി ഗാർഡൻസിന് സമീപം ഒരു ടൂറിസ്റ്റ് ബസ് നിർത്തിയിട്ടിരുന്നു. അവിടെ ചെറിയ പാർക്കിലെ സ്വിമ്മിംഗ് പൂളിനരികെ നീലയും വെള്ളയും യൂണിഫോം അണിഞ്ഞ കുട്ടികൾ ഓടിക്കളിക്കുന്നത് കാണാമായിരുന്നു. ഡാമിന് മുകളിലൂടെ ബസ് ചമ്പൽ നദിക്ക് അക്കരെയെത്തി. അവിടെയാണ് വലിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിന് മുന്നിൽ നാഗാർജുന എന്ന ഇരുപാർശ്വങ്ങളിലും എഴുതിയ ഒരു ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ടായിരുന്നു. കയറ്റം കയറി എത്തിയ ബസ് ബസാറിലെ സ്റ്റോപ്പിൽ നിന്നു. വിൻസെൻ്റ് ബസ്സിൽ നിന്നും ഇറങ്ങി. 4-5 പലവ്യഞ്ജന കടകളും അത്ര തന്നെ ചായക്കടകളും ഏതാനും പെട്ടിക്കടകളും 2-3 പച്ചക്കറി കടകളും 2 ബാർബർ ഷോപ്പുകളും ഒരു മെഡിക്കൽ ഷോപ്പും മാത്രമുള്ള ചെറിയൊരു ബസാർ. ബസാറിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. ഒരേയൊരു ടെലിഫോൺ ബൂത്ത് മാത്രമേ ബസാറിലുള്ളൂവെന്ന് വിൻസെൻ്റ് കണ്ടു. കുന്നിന് മുകളിൽ നിന്ന് അവൻ നാലുപാടും നോക്കി. അണക്കെട്ടും പവർ ഹൗസും പിന്നെ കുറേ വീടുകളും ബസാറും. ചുറ്റോടും കാട്. കാടിന് നടുവിൽ പൊട്ടിമുളച്ച പോലെ ഒരു ജനപദം. വിൻസെൻ്റ് ഭാഗം തൂക്കി ടെലിഫോൺ ബൂത്തിലേക്ക് കയറി ചെന്നു. ഒരു കമ്പിളി മഫ്ലർ കൊണ്ട് ചെവിയും തലയും മൂടിക്കെട്ടി ഒരു മധ്യവയസ്കൻ ബൂത്തിലിരിക്കുന്നത് കണ്ടു. മുझे ഏക്ക് ഫോൺ കർണാഹേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം, വിൻസെൻ്റ് അയാളോട് പറഞ്ഞു. കിധർ ബുലാനാഹേ, എവിടേക്കാണ്? ബാംഗ്ലൂർ. അയാൾ ടെലിഫോൺ വിൻസെൻറ്റിൻ്റെ മുൻപിലേക്ക് നീക്കി വെച്ചു. വിൻസെൻ്റ് ചില നമ്പറുകൾ ഡയൽ ചെയ്ത ശേഷം കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് റിസീവർ വെച്ചു. യഹാം കോയി ദൂസറ ടെലിഫോൺ ബൂത്ത് നഹി ഹേ, ഇവിടെ വേറെ ബൂത്തില്ലേ? അയാൾ വിൻസെൻറ്റിനെ തുറച്ചു നോക്കി. എന്നിട്ട് നീരസത്തോടെ പറഞ്ഞു, നഹീം. വിൻസെൻ്റ് പുറത്തേക്കിറങ്ങി. ബൂത്തിന് നേരെ എതിർവശത്തുള്ള ചായക്കടയിൽ പോയി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവിടെ നിന്നിറങ്ങി. ബാഗും തൂക്കി അവൻ ഡാമിലേക്കുള്ള ഇറക്കമിറങ്ങാൻ തുടങ്ങി. പാർക്കിൻ്റെ ഭാഗത്തെത്തി ടൂറിസ്റ്റ് ബസ്സിനരികെ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നു. ടൂറിസ്റ്റ് സംഘത്തിൽപ്പെട്ടവനാണ് താനെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നായിരുന്നു വിൻസെൻറ്റിൻ്റെ ഭാവം. അവൻ പാർക്കിലൂടെ കുറേ സമയം കറങ്ങി നടന്നു. 4 മണിയോടെ ടൂറിസ്റ്റ് സംഘം മടങ്ങിപ്പോയി. വിൻസെൻ്റ് സമീപത്ത് കണ്ട ചായക്കടയിലേക്ക് കയറി. ഏതാണ്ട് 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ക്യാഷ് കൗണ്ടറിലിരുന്ന് തുടരെ ബീഡി വലിക്കുകയും ഇടയ്ക്കിടെ ചുമച്ച് കഫം പുറത്തേക്ക് നീട്ടി തുപ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ ഒരു നീല കമ്പിളി ഷാൾ കൊണ്ട് ഉടൽ മൂടി പുതച്ചിരുന്നു. ചായക്കടയോട് ചേർന്ന് തന്നെയാണ് അയാളുടെ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് വിൻസെൻ്റ് മനസ്സിലാക്കി. അയാളുടെ ഭാര്യ ഹിന്ദിയിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ കടയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്തു. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇടയ്ക്ക് കൗണ്ടറിലേക്ക് വന്ന് അയാളുടെ മടിയിൽ കയറിയിരുന്നു. കുമാരേട്ടാ, ഇത്തവണ തണുപ്പ് കാലം നേരത്തെയാണല്ലോ. ചുവന്ന സ്വെറ്റർ അണിഞ്ഞ് കഴുത്തിൽ മഫ്ലർ ചുറ്റി വന്ന ഒരാൾ പറയുന്നത് കേട്ട് വിൻസെൻ്റ് സ്തബ്ധനായി. അതേന്ന് തോന്നുന്നു. മഞ്ഞുകാലം നേരത്തെ തുടങ്ങിയാൽ അതിനർത്ഥം ഇക്കൊല്ലം തണുപ്പ് ഭയങ്കരമായിരിക്കുമെന്നാ കൗണ്ടറിൽ ഇരുന്നയാൾ പറഞ്ഞു. വന്നയാൾ ഒരു ചായ ഓർഡർ ചെയ്തു. അത് കുടിച്ചു തീർക്കുന്നതിനിടയിൽ കുറേ നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് ചായയുടെ പൈസയും കൊടുത്ത് അയാൾ ഇറങ്ങിപ്പോയി. വിൻസെൻ്റ് ചിന്താകുഴപ്പത്തിലായി. ഇതൊരു മലയാളിയുടെ കടയാണ്. ഇയാളിൽ നിന്ന് പല വിവരങ്ങളും തനിക്കറിയാൻ പറ്റിയേക്കും. പക്ഷേ താനും ഒരു മലയാളിയാണെന്ന് അയാളെ അറിയിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സെബാസ്റ്റ്യൻ ഏതെങ്കിലും വിധത്തിൽ ഇവിടുത്തെ സന്ദർശകനാണെങ്കിൽ ഒരു മലയാളി അപരിചിതൻ ഇവിടെ എത്തിയ വിവരം ഇയാൾ മുഖേന അവൻ അറിയാൻ ഇടയായേക്കുമോ? പക്ഷേ തനിക്കിവിടെ രാത്രി തങ്ങിയേ പറ്റൂ. കോട്ടാ ഡാമിൽ ലോഡ്ജോ മറ്റ് താമസ സൗകര്യങ്ങളോ കാണാൻ കഴിഞ്ഞില്ല. കോട്ടായിൽ വെച്ച് കുതിരവണ്ടിക്കാരനോട് ചോദിച്ചപ്പോഴും ഇവിടെ താമസ സൗകര്യമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിൻസെൻ്റ് വരുംവരായികകൾ ആലോചിച്ച് നോക്കി. ഇതിനകം 4-5 ചായയും കുടിച്ചു തീർത്തു. ഒളിവിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാളി മറ്റൊരു മലയാളിയുമായി അടുത്ത ബന്ധം പുലർത്താൻ സാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട് നീങ്ങാമെന്ന് അവൻ കരുതി. വിൻസെൻ്റ് കടയിൽ കയറി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോകാത്തത് കൊണ്ട് കൗണ്ടറിൽ ഇരുന്നയാൾ അസ്വസ്ഥനായി. കൂടെ അവൻ്റെ നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആപ്കോ കഹാൻ ജാനേ ഹേ സാബ്, നിങ്ങൾ എവിടെ പോകാനുള്ളവനാണ്? ഒടുവിൽ കടക്കാരൻ ചോദിച്ചു. ഭോപ്പാൽ, വിൻസെൻ്റ് ഉത്തരം പറഞ്ഞു. കിസിക്ക ഇന്തസാർ കർ രഹ്നാഹോ, നിങ്ങൾ ആരെയെങ്കിലും കാത്തിരിക്കുകയാണോ? ഹാം. കടക്കാരൻ കൂടുതലൊന്നും ചോദിച്ചില്ല. വിൻസെൻ്റ് ആലോചനയിൽ മുഴുകി.
ഒരു തീരുമാനത്തിലെത്തിയ ശേഷം രണ്ടും കൽപ്പിച്ച് പച്ച മലയാളത്തിൽ ചോദിച്ചു, ഇവിടുന്ന് കോട്ടായിലേക്കുള്ള ലാസ്റ്റ് ബസ് എത്ര മണിക്കാ കുമാരേട്ടാ? കുമാരേട്ടൻ അന്തം വിട്ടുപോയി. നിങ്ങളൊരു മലയാളിയാണോ? അതെ. ഏതാ സ്ഥലം? ചെങ്ങന്നൂർ. ഞാൻ പത്തനംതിട്ടക്കാരനാ. സാറിനെ കണ്ടിട്ട് പക്ഷെ മലയാളിയാണെന്ന് തോന്നിയില്ല. സംസാരിക്കാൻ അയാൾക്ക് താല്പര്യമായി. കൗണ്ടറിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് വന്ന് വിൻസെൻറ്റിന് അഭിമുഖമായി ഇരുന്നു. ഇവിടെ എന്തിനു വന്നു? ആരെ കാണാൻ? ഒരു സുഹൃത്തിനെ. അയാൾ ഇന്നിവിടെ വരാമെന്ന് ഏറ്റിരുന്നതാ, പക്ഷെ കാണുന്നില്ല. നേരവും പോയി. അയാൾ എവിടെയുള്ളതാ? നീമച്ച്. വിൻസെൻ്റ് പറഞ്ഞു. അവിടെ ഒരു കമ്പനിയിൽ അയാൾക്കൊരു ജോലിയുണ്ട്. വിൻസെൻ്റ് തൽക്കാലം ആലോചിച്ചു വെച്ച ഒരു കള്ളക്കഥ കുമാരേട്ടനോട് വിശദീകരിച്ചു. താൻ ഭോപ്പാലിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു വർഷമായി. അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ ആൻഡോ തൻ്റെ കൂടെ നാട്ടിലേക്ക് പോരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇന്ന് കമ്പനിയിൽ നിന്നുള്ള ടൂർ സംഘത്തോടൊപ്പം അയാൾ കോട്ട ഡാമിൽ എത്താമെന്നായിരുന്നു ധാരണ. അപ്പോൾ താനും കൂടി കോട്ട ഡാമിൽ വന്നാൽ എല്ലായിടവും ഒന്ന് കണ്ട് ആഘോഷമായി ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം. താനാണെങ്കിൽ കോട്ട ഡാം കണ്ടിട്ടുമില്ല. ഇവിടെ വെച്ച് ടൂർ സംഘത്തിൽ നിന്ന് പിരിഞ്ഞ് തന്നോടൊപ്പം ചേരാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇന്നലെ രാത്രി നീമച്ചിലേക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതനുസരിച്ചാണ് താനിവിടെ എത്തിയത്. പക്ഷേ ഇതുവരെ ആളെത്തിയിട്ടില്ല. ഇനി തിരിച്ചു പോകണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് താൻ. കുമാരാട്ടൻ എല്ലാം മൂളിക്കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് 4-5 ടൂറിസ്റ്റ് വണ്ടികൾ വന്നുപോയി. അക്കൂട്ടത്തിലെങ്ങാനും ഉണ്ടായിരുന്നോന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? ഉച്ചയ്ക്ക്. അതിനു മുമ്പ് അവർ വന്നിട്ട് പോയിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. ഏയ്, അങ്ങനെ സംഭവിക്കില്ല. അവനിവിടെ എത്തണമെങ്കിൽ 3 മണി കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. അഥവാ നേരത്തെ എത്തിയാലും അവനിവിടെ എനിക്ക് വേണ്ടി കാത്തു നിന്നേനെ. ബസാറിലും പാർക്കിലുമൊക്കെ നോക്കിയോ? എല്ലായിടത്തും നോക്കി, പക്ഷെ കണ്ടില്ല. ഒരു പക്ഷേ അവർ ടൂർ പരിപാടി മാറ്റിവെക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലോ? അതാണിപ്പോൾ എൻ്റെ പേടി. ഇവിടെ താമസിക്കാൻ ഒരു ഹോട്ടലോ ലോഡ്ജോ ഒന്നും കാണാനില്ല. ഇവിടെ താമസ സൗകര്യം കിട്ടാനില്ല. ടൂറിസ്റ്റുകളൊക്കെ അന്നന്ന് വന്നു പോവുകയാണ്. കുമാരേട്ടൻ പറഞ്ഞു. ആകെ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത് സർക്കാരിൻ്റെ വകയാണ്. 2-3 മുറികളേ ഉള്ളൂ. അതും സർക്കാരിൻ്റെ എഞ്ചിനീയർമാരോ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരോ വന്നാൽ മാത്രമേ താമസിക്കാൻ കൊടുക്കൂ. അവർക്ക് തന്നെ കിട്ടണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. എന്ത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്? അവസാനത്തെ വണ്ടിക്ക് കോട്ടായിൽ പോയി വല്ല ഹോട്ടലിലും കിടന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാലോ? വിൻസെൻ്റ് കുമാരേട്ടൻ്റെ അഭിപ്രായം അറിയാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ കോട്ടായിലേക്ക് ബസ്സില്ലല്ലോ. ആകെ ഒരു ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതും സർക്കാരിൻ്റെ വകയാണ്. ഇനി ബോർഡിൻ്റെ വണ്ടി വല്ലതും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കാല് പിടിച്ച് അതിൽ കയറി ബോറാബാസിൽ ഇറങ്ങുക. അവിടെ നിന്നാൽ നീമച്ച് റൂട്ടിലൂടെ വരുന്ന ബസ്സുകൾ വല്ലതും കിട്ടും. അത് ഹൈവേയാണ്. വിൻസെൻ്റ് ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ എവിടുന്ന് തിരിച്ചിട്ടുണ്ടോ എന്ന് ഫോൺ ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? കുറേ മുമ്പേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ ലൈൻ കിട്ടുന്നില്ല. ഒരാൾ ചായക്കടയിലേക്ക് കയറി വന്നപ്പോൾ കുമാരേട്ടൻ എഴുന്നേറ്റ് പോയി. വിൻസെൻ്റ് അടുത്ത നടപടി എന്താണെന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് കൗണ്ടറിൽ ചെന്നു. ഞാൻ എന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. ഈ ബാഗ് ഇവിടെ ഇരുന്നോട്ടെ കുമാരേട്ടാ. കുമാരേട്ടൻ മറുത്തൊന്നും പറഞ്ഞില്ല. അതിന് അവസരം കൊടുക്കാതെ ബാങ്ക് കൗണ്ടറിൽ വെച്ച് വിൻസെൻ്റ് പുറത്തേക്ക് പോയി. അവൻ എസ് വളവ് തിരിഞ്ഞ കയറ്റം കയറാൻ തുടങ്ങി. റോഡിൻ്റെ ഇടതുഭാഗത്ത് പവർ ഹൗസ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് നെഹ്റു ഗാർഡൻസ് എന്ന ബോർഡ് വെച്ച പാർക്ക് വിജനമായി കിടന്നു. കയറ്റം കയറി വീണ്ടും വളവ് തിരിഞ്ഞ് വിൻസെൻ്റ് കുന്നിൻ മുകളിലുള്ള ബസാറിലേക്ക് കയറിപ്പോയി. താഴെ അണക്കെട്ടിലെ വെള്ളം പച്ചക്കുന്നിൻ്റെയും മരങ്ങളുടെയും പ്രതിച്ഛായ വീണ പച്ച നിറത്തിൽ കാണപ്പെട്ടു. അണക്കെട്ടും ജലാശയവും കുന്നുകൾക്കിടയിൽ ഞെരുങ്ങിയതുപോലെ ഇടുങ്ങിയതായിരുന്നു. ബസാറിലും പരിസരത്തുമായി വിൻസെൻ്റ് കുറേ സമയം ചെലവഴിച്ചു. ഇടയ്ക്ക് ടെലിഫോൺ ബൂത്തിൽ കയറി ബോറാബാസിലെ ബൂത്തിലേക്കുള്ള നമ്പർ വിളിച്ചു. അവിടെ ഫോൺ എടുത്തപ്പോൾ സോറി റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു. ബില്ല് വാങ്ങി പൈസ കൊടുത്ത ശേഷം അവൻ ബില്ലിൽ അടിച്ചിരുന്ന ഫോൺ നമ്പറുകൾ നോക്കി. താൻ ഫോൺ ചെയ്ത ബൂത്തിലെ നമ്പറും ബോറാബാസിലെ നമ്പറും സീമ തന്നെ ഏൽപ്പിച്ച നമ്പറുകളുമായി താരതമ്യം ചെയ്തു നോക്കി. എല്ലാം കൃത്യമാണ്. കാര്യം വളരെ വ്യക്തം. സെബാസ്റ്റ്യൻ ഇതേ ബൂത്തിൽ നിന്നാണ് ഔസേപ്പച്ചനെ വിളിച്ചിട്ടുള്ളത്. ഒരിക്കലല്ല, പല തവണ. ബൊറാബാസിലെ ബൂത്തിൽ നിന്ന് സെബാസ്റ്റ്യൻ തന്നെയാവണം ഫോൺ ചെയ്തിട്ടുള്ളത്. ഉപ്രഹള്ളിയിലെ ഫാം ഹൗസിൽ നിന്ന് തനിക്ക് കിട്ടിയ ബില്ലും ഫോൺ നമ്പറുകളും അത് ശരിവെക്കുന്നുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഇവിടെയുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി.
അവനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തിനടുത്ത് എവിടെയെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. സീമയെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വീണ്ടും ബൂത്തിൽ കയറി സീമയുടെ പത്രത്തിലെ നമ്പറിലേക്ക് വിളിച്ചു. സീമയെ ലൈനിൽ കിട്ടി. അവളുടെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ അവൻ എന്തെന്നില്ലാത്ത പ്രത്യാശ തോന്നി. എല്ലാ മാർഗങ്ങളും അടഞ്ഞിട്ട് ഒരഭയത്തിനു വേണ്ടി അവസാനത്തെ വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ അവൾ മലർക്കെ തുറന്നതുപോലെ. ബൂത്തിലിരിക്കുന്ന ആൾക്ക് സംശയം തോന്നാതിരിക്കാൻ വിൻസെൻ്റ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. താൻ കോട്ടാ ഡാമിലെത്തിയ വിവരം വിൻസെൻ്റ് സീമയെ അറിയിച്ചു. വിജി കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു. കോട്ടാ ഡാമിലെ ബൂത്ത് നമ്പറിൽ നിന്ന് ഇന്നലെയും മിനിയാന്നും ഫോൺ കോൾ വന്നിരുന്നു, സീമ പറഞ്ഞു. പക്ഷേ 2 തവണ വിളിച്ചപ്പോഴും ഔസേപ്പച്ചൻ സ്ഥലത്തില്ലായിരുന്നു. കോളർ ഐ ഡിയിൽ നിന്നാണ് വിജിക്ക് നമ്പർ കിട്ടിയത്. ഒരുപക്ഷെ ഇന്നും അതേ നമ്പറിൽ നിന്ന് തന്നെ ഔസേപ്പച്ചനെ വിളിക്കാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. 2 നേരവും കോൾ വന്നത് വൈകുന്നേരമാണ്, 7 മണിക്ക്. ഓക്കെ, ഞാൻ രാത്രി വീണ്ടും വിളിക്കാം. റിസീവർ വെച്ചിട്ട് ബില്ലും തീർത്ത് വിൻസെൻ്റ് ഇറങ്ങി. 6 മണി കഴിഞ്ഞതോടെ വെളിച്ചം മങ്ങി മൂടൽമഞ്ഞ് വ്യാപിച്ചു. വിൻസെൻ്റ് ബൂത്തിന് നേരെ എതിർവശത്തുള്ള ചായക്കടയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ഏലക്കായുടെ രുചിയുള്ള ചായ ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരുന്നു. 7 മണിയായപ്പോഴേക്കും നല്ലതുപോലെ ഇരുട്ട് വ്യാപിച്ചു. തണുപ്പ് അസഹനീയമായി. ബസാറിൽ ആളുകൾ ഒഴിഞ്ഞു. മഞ്ഞ ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് ഒരു ജീപ്പ് കയറ്റം കയറി വരുന്നുണ്ടായിരുന്നു. അത് ടെലിഫോൺ ബൂത്തിന് മുന്നിൽ വന്നു നിന്നു. ലൈറ്റുകൾ അണഞ്ഞു. സെറ്ററും മങ്കി ക്യാപ്പും ധരിച്ച ഒരാൾ ജീപ്പിൽ നിന്നിറങ്ങി ടെലിഫോൺ ബൂത്തിലേക്ക് കയറി. വിൻസെൻറ്റിൻ്റെ ഞരമ്പുകൾ ത്രസിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് തണുപ്പ് ആവിയായി. മൂടൽമഞ്ഞ് കാരണം ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന ആളുടെ മുഖം അവ്യക്തമായിരുന്നു. വിൻസെൻ്റ് എഴുന്നേറ്റ് ചായയുടെ പൈസ കൊടുത്തു. റോഡരികിലേക്ക് ഇറങ്ങി. റോഡ് മുറിച്ചു കടന്ന് അവൻ ജീപ്പിൻ്റെ പിൻഭാഗത്തെത്തി. ജീപ്പിനുള്ളിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലായി. ബൂത്തിൽ നിൽക്കുന്നയാൾ പുറംതിരിഞ്ഞു നിന്നാണ് ഫോൺ ചെയ്യുന്നത്. വിൻസെൻ്റ് ജീപ്പിന് പിന്നിൽ കാത്തു നിന്നു. ഫോൺ ചെയ്തുകൊണ്ടിരുന്നയാൾ പണം കൊടുത്തിട്ട് റോഡിന് നേർക്ക് തിരിയുമ്പോൾ വിൻസെൻ്റ് അയാളുടെ മുഖം ഒരു മാത്ര നേരത്തേക്ക് കണ്ടു. കാൽപാദങ്ങളിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം ശിരസിലേക്ക് കയറിയതുപോലെ തോന്നി. ഉപ്രഹള്ളിയിലെ ഫാം ഹൗസിൽ കണ്ട അതേ മുഖം. ഊട്ടിക്കാരൻ MS ഷൺമുഖം. ഷൺമുഖത്തിൻ്റെ മുഖത്തിനൊരു ടാക്കൂർ ചായ. വേഷത്തിന് മുണ്ടും മാറ്റം. അയാൾ ചടുപിടുന്നനെ ഇറങ്ങി വന്നു. ജീപ്പിലേക്ക് കയറുന്നത് വിൻസെൻ്റ് കണ്ടു. ജീപ്പിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മനസ്സിൽ കുറിച്ചിട്ടു. ജീപ്പ് സ്റ്റാർട്ടായി. അത് പൊടുന്നനെ പിന്നോട്ട് വന്നു. തോളിൽ ടാർപോളിനടിയിലുള്ള കമ്പി വന്നിടിച്ച് വിൻസെൻ്റ് വേച്ചു വീഴാൻ പോയി. ജീപ്പ് ഉടൻ തന്നെ മുന്നോട്ടെടുത്ത് റോഡിലിട്ട് വട്ടം തിരിച്ചു പാഞ്ഞുപോയി. വിൻസെൻ്റ് അവിശ്വസനീയതയോടെ ജീപ്പ് പോയ ദിക്കിലേക്ക് നോക്കി. ഒരിക്കൽ കൂടി താൻ സെബാസ്റ്റ്യനെ കണ്ടുമുട്ടിയിരിക്കുന്നു. കൊല്ലപ്പെട്ടുവെന്ന് ലോകം വിധി എഴുതിയ പള്ളിത്താനത്ത് സെബാസ്റ്റ്യനെ. അവൻ അവിടെ ഉപ്രഹള്ളിയിലും ഇവിടെ കോട്ടാ ഡാമിലും സുഭിക്ഷമായി മേഞ്ഞു നടക്കുന്നു. കഭി ചോട്ടോ നഹി ലഗ് സാബ്, വല്ലതും പറ്റിയോ സാറേ? ജീപ്പിൻ്റെ പിൻഭാഗം വന്നിടിച്ചപ്പോൾ വിൻസെൻ്റ് വേച്ചു വീഴാൻ പോകുന്നതും റോഡിൽ കൈകുത്തി ബാലൻസ് പിടിച്ച് നിന്നതും ടെലിഫോൺ ബൂത്തുകാരൻ കണ്ടിരുന്നു. കുച്ച് നഹി ഹുവാ, ഓ സാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ടെലിഫോൺ ബൂത്തിലേക്ക് കയറി ചെന്നു. ഓ കിസാൻ ഡ്രൈവർ ഹേ ക്യാ വോ അന്താ ഓർ ബഹരാ ഹേ? അത് ആരുടെ ഡ്രൈവറാണ്? അയാൾക്ക് കണ്ണും ചെവിയൊന്നും ഇല്ലേ? പൊടി തട്ടിക്കളയുന്ന മാതിരി കൈകൾ കൂട്ടിത്തല്ലിയും ഷർട്ടും ഷാളും മറ്റും കുടഞ്ഞ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മട്ടിൽ വിൻസെൻ്റ് ആരോടൊന്നില്ലാതെ വേവലാതിപ്പെട്ടു. ഓ ഡ്രൈവർ നഹി ഹേ സാബ്, സേഠ്ജി ഹേ. അത് ഡ്രൈവറല്ല സാർ, വലിയൊരു മുതലാളിയാണ്. കോയി ഭി ഹോ ഉസ്കോ മാനേഴ്സ് നഹി ഹേ. ആരായാലും എന്താ, ഒരു മര്യാദയില്ലേ? സാബ് കുച്ച് ചോട്ടോ നഹി ലഗി, സാറിനൊന്നും പറ്റിയില്ലല്ലോ. ഓ കോൻ ആദ്മി ഹേ, അയാൾ ആരാണെന്നാ പറഞ്ഞത്? ഓ ബെഡാ വ്യാപാരി ഹേ, കോട്ടയമേ ബെഡാ കാരോബാർ ഓർ അപ്ന കർഖാന ഹേ. വലിയ ബിസിനസ്സുകാരൻ. കോട്ടായയിൽ അയാൾക്ക് വലിയ കച്ചവടവും സ്വന്തം മില്ലും ഉണ്ട്. ക്യാ കരോബാർ കർത്തേ ഹേ? എന്ത് കച്ചവടം? പതർക്കിക്കാൻ. അയാൾ കൂടുതൽ പറയാൻ താല്പര്യമില്ലാത്ത പോലെ കോട്ടുവായി ഇട്ടു. അഭി മുझे ദുഖാൻ ബന്ദ് കർനേ താ, എനിക്ക് കടയടയ്ക്കണം. കൂടുതൽ ചോദിക്കുന്നത് പന്തികേടാണെന്ന് വിൻസെൻറ്റിന് തോന്നി. മുझे ഏക്ക് ഫോൺ കർനാ ഹേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. വിൻസെൻ്റ് റിസീവർ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അയാൾ കോട്ട ടൗണിലേക്ക് തനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു നമ്പർ വിളിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. സോറി, റോങ് നമ്പർ എന്ന് പറഞ്ഞ് വിൻസെൻ്റ് റിസീവർ വെച്ചു. അതിനുശേഷം പ്രിൻ്ററിൽ അടിച്ചു വന്ന ബില്ല് കീറിയെടുത്തു. അക്കൂട്ടത്തിൽ ഷൺമുഖം ഉപേക്ഷിച്ചു പോയ ബില്ലുകൾ കൂടി എടുക്കാൻ വിൻസെൻ്റ് മറന്നില്ല. ബിൽ തുക കൊടുത്തിട്ട് വിൻസെൻ്റ് ഇറങ്ങി നടന്നു.
കോട്ട ഡാമും ബസാറും നെഹ്റു ഗാർഡിയൻസും പവർ ഹൗസും റെസിഡൻഷ്യൽ ഏരിയയും എല്ലാം കനത്ത മൂടൽമഞ്ഞിൽ പുതഞ്ഞു കിടന്നു. കഠിനമായ തണുപ്പുണ്ടായിരുന്നു. വിൻസെൻ്റ് ചെവി നല്ലതുപോലെ മൂടത്തക്ക വിധം മങ്കി ക്യാപ്പ് ഇറക്കി വെച്ചു. ഷാൾ കൊണ്ട് ഉടൽ മൂടി പുതയ്ക്കുകയും ചെയ്തു. എന്നിട്ടും തണുത്ത് വിറച്ചാണ് വിൻസെൻ്റ് കുമാരേട്ടൻ്റെ കടയിൽ മടങ്ങിയെത്തിയത്. കുമാരേട്ടൻ ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നതിന് മുമ്പേ വിൻസെൻ്റ് പറഞ്ഞു, ആകെ വശക്കേടായി കുമാരേട്ടാ, അവർ നാളെയേ പുറപ്പെടൂ. ഡേറ്റ് പറഞ്ഞതിലുണ്ടായ പിശക. അവൻ പറഞ്ഞ തീയതി ഒന്ന്, ഞാൻ കേട്ട തീയതി വേറൊന്ന്. ഇതുപോലൊരബദ്ധം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയോ? ഓ കിട്ടി. പക്ഷേ ഇനി കിട്ടിയിട്ട് എന്ത് കാര്യം? നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ സ്ഥലം വിടാമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കോട്ടായിലേക്ക് ഇനി വണ്ടിയൊന്നുമില്ല കുമാരേട്ടാ. ഞാൻ അതും അന്വേഷിച്ചു. ഈ രാത്രി എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണമല്ലോ. കുമാരേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. രാവിലെ ഞാൻ സ്ഥലം വിട്ടോളാം. കുമാരേട്ടൻ നെറ്റി ചുളിച്ചു. ഞാനിവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവനാ. അതാണ് എനിക്കൊരു ധൈര്യം. ഈ നോർത്തിലുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ കഴുത്ത് കണ്ടിച്ചിട്ട് പണം തട്ടുന്നവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങ് ബോംബെയിൽ. ഇവിടുള്ളവർ നമ്മുടെ ആൾക്കാരെക്കാളും നല്ലവരാണ്. എന്തായാലും കുമാരേട്ടനെ എനിക്ക് വിശ്വസിക്കാമല്ലോ. ചെങ്ങന്നൂരും പത്തനംതിട്ടയും തമ്മിൽ വലിയ അകലമൊന്നും ഇല്ലല്ലോ. നമ്മൾ അന്യരല്ല. കുമാരേട്ടനൊരു മലയാളി, ഞാനും ഒരു മലയാളി. അതാ എനിക്ക് പേടി. രാത്രിയിൽ നിങ്ങളെൻ്റെ കഴുത്താ കണ്ടിക്കുന്നതെങ്കിലോ? കഷ്ടം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് കുമാരേട്ടന്. ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. കുമാരേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ട, ഒരുപാട് കളത്തണ്ട. ഞാനിതൊക്കെ കുറേ കണ്ടതാ. ഒരു രാത്രി തലചായ്ക്കാനുള്ള സ്ഥലമല്ലേ വേണ്ടൂ. അത് കുമാരേട്ടൻ തരാം. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? വിജയൻ. വിൻസെൻ്റ് പെട്ടെന്ന് തോന്നിയ ഒരു പേര് പറഞ്ഞു. ഭോപ്പാലിൽ എന്താ ജോലി? ഒരു മരുന്ന് കമ്പനിയിലാണ്, ഗംഗാ ഫാർമസ്യൂട്ടിക്കൽസ്. ഞാൻ കടയടയ്ക്കാഞ്ഞത് വിജയൻ്റെ ഭാഗ്യം. തണുപ്പ് കാലത്ത് ഇതിനേക്കാൾ മുമ്പേ കടയടയ്ക്കാറുള്ളതാണ്. തണുപ്പ് മാറ്റാൻ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ആൻറ്റോ വന്നാൽ ഒരു കമ്പനി കൂടാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. കുമാരേട്ടന് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. കുമാരേട്ടൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. വിൻസെൻ്റ് കൗണ്ടറിന് താഴെ വെച്ചിരുന്ന ബാഗിൻ്റെ സിപ്പ് വലിച്ചു തുറന്ന് ഒരു കുപ്പി വലിച്ചെടുത്ത് കുമാരേട്ടനെ കാണിച്ചു. പുറത്തെടുക്കണ്ട, വെച്ചോ, ഞാൻ ഈ കടയൊന്ന് അടച്ചോട്ടെ. 1-2 ചായ കുടിക്കാർ കൂടി വന്നുപോയി. വിൻസെൻ്റ് കടയുടെ ഒരു മൂലക്കിട്ടിരുന്ന ബെഞ്ചിൽ ഇരുന്നു. ഒരാൾ വിൻസെൻറ്റിനെ ശ്രദ്ധിച്ചിട്ട് ആരാണെന്ന് ചോദിച്ചു. തന്നെ കാണാൻ നാട്ടിൽ നിന്ന് വന്ന ബന്ധുവാണെന്ന് കുമാരേട്ടൻ മറുപടിയും പറഞ്ഞു. അധികം താമസിയാതെ കടയടച്ചു. തൻ്റെ ഭാര്യയെയും മകനെയും മകൻ്റെ ഭാര്യയെയും മകളെയും കുമാരേട്ടൻ വിളിച്ച് വിൻസെൻറ്റിന് പരിചയപ്പെടുത്തി. ഭക്ഷണം വീട്ടിൽ നിന്ന് എടുപ്പിച്ച് ചായക്കടയിലെ മേശപ്പുറത്ത് വെച്ച ശേഷം കുമാരേട്ടൻ വീടും കടയും തമ്മിലുള്ള ബന്ധം ഒരു വാതിലടച്ച് വിച്ഛേദിച്ച് കളഞ്ഞു. വിൻസെൻറ്റും കുമാരേട്ടനും മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി ഇരുന്നു. മേശമേൽ ഭക്ഷണവും വെള്ളവും ഗ്ലാസുകളും. വിൻസെൻ്റ് മദ്യക്കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കുമാരേട്ടൻ അത് കയ്യിലെടുത്തൊന്ന് ലാളിച്ചു. ഇവൻ സ്വയംഭനല്ലേ? തൊട്ടപ്പോൾ തന്നെ കൈക്കൊക്കെ ഒരു തരിതരിപ്പ്. അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്നാൽ തുടങ്ങാം. കുമാരേട്ടൻ വിൻസെൻറ്റിനെ നോക്കി. വിൻസെൻ്റ് തല കുലുക്കി. കുമാരേട്ടൻ തന്നെ കുപ്പി തുറന്ന് 2 ഗ്ലാസുകളിൽ പകർന്നു. വെള്ളം ഒഴിച്ച് നേർപ്പിച്ചു. വിരൽ മധ്യത്തിൽ 3 തവണ മുക്കി കുടഞ്ഞു. പിതൃക്കൾ പിണങ്ങണ്ട. അപ്പോൾ ശരി. കുമാരേട്ടൻ ആദ്യ പെഗ് ഒറ്റ വലിക്കകത്താക്കി. ചപ്പാത്തിയും ചോറും തക്കാളിക്കറിയും മുട്ട പൊരിച്ചതും മേശപ്പുറത്ത് വിളമ്പി വെച്ചിരുന്നു. ഇവിടെ വേറെ മലയാളികളുണ്ടല്ലേ? വിൻസെൻ്റ് ചോദിച്ചു. ഉണ്ടോന്ന് കുമാരേട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു. ഏതാണ്ട് 20ഓളം മലയാളി കുടുംബങ്ങളുണ്ട്. പവർ ഹൗസിലെ ജോലിക്കാരാ. മുമ്പ് 40 കുടുംബങ്ങളുണ്ടായിരുന്നതാ. ഡാമിൻ്റെ പണി തീർന്നപ്പോൾ കുറേ പേർ നാട്ടിലോട്ട് തിരിച്ചുപോയി. വിൻസെൻ്റ് തൻ്റെ ഗ്ലാസ്സിലുള്ളത് കുടിച്ചു. ഗ്ലാസ് തിരികെ വെച്ചു. കുമാരേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 35 കൊല്ലം. ഡാം പണി തുടങ്ങിയ കാലത്ത് വന്നതാ. ഈ ചായക്കടയും കൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് അടിഞ്ഞുപോയി. ബസാറിൽ വേറെ മലയാളികൾ കട നടത്തുന്നുണ്ട്. ഒരുത്തിന് ബാർബർ ഷോപ്പ്, വേറൊരുത്തിന് പച്ചക്കറിക്കട, ഇനിയൊരുത്തിന് പലവ്യഞ്ജനം. കുമാരേട്ടൻ വീണ്ടും ഗ്ലാസുകളിൽ മദ്യം പകർന്നു. ഇവിടുത്തെ തണുപ്പിന് ഇത്രയും പറ്റിയൊരു സാധനം വേറെയില്ല. തക്കാളിക്കറിയിൽ 4 വിരലും പതിപ്പിച്ച ശേഷം കുമാരേട്ടൻ അത് വിശാലമായി നക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവനെ ഇങ്ങനെ ഓരോന്നായിട്ട് അടിച്ചുകൊണ്ട് വെളുക്കുവോളം വർത്താനം പറഞ്ഞിരിക്കാൻ. കുമാരേട്ടൻ അടുത്ത ലാർജ് ഒഴിച്ചു. ഇവിടെ മലയാളികൾക്ക് വേറെ എന്തൊക്കെ ബിസിനസ്സാണ് കുമാരേട്ടാ ഉള്ളത്? ഇവിടെ എന്ത് ബിസിനസ്? കോട്ടായിലുണ്ട് ഇഷ്ടം പോലെ മലയാളികൾ, ജോലിക്കാരും കച്ചവടക്കാരും. വലിയ ബിസിനസ്സൊക്കെ മാർവാടികളുടെയാ. കോട്ട സ്റ്റോണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അത് എവിടെ ഉണ്ടാക്കുന്നതാണ് കുമാരേട്ടാ? കുമാരേട്ടൻ ഒച്ച വെച്ച് ചിരിച്ചു.
ഉണ്ടാക്കുന്നതല്ല മോനെ, പാറ കീറിയെടുക്കുന്നതാ കോട്ട സ്റ്റോൺ. അതായത് മാർബിളും ഗ്രാനൈറ്റും ഒക്കെ പോലെ. ബൊറാബാസിൽ നിന്ന് ഡാമിലോട്ട് വരുന്ന വഴിക്ക് ഇടത്തോട്ടൊരു റോഡുണ്ട്. അതിലെ കാട്ടിൽ കൂടെ 3 കിലോമീറ്റർ പോയാൽ ചമ്പൽ നദിയുടെ കരയ്ക്കെത്തും. അവിടെ ആ കോട്ട സ്റ്റോൺ കാറുകൾ. ഡോബാക്കി ഖാൻ എന്ന് പറയും. സർക്കാരിൻ്റെ ഭൂമിയാ, ലേലം ചെയ്തു കൊടുക്കും. ലേലത്തിൽ പിടിക്കുന്നവർ കുഴിച്ചെടുക്കുന്നതാ കോട്ട സ്റ്റോൺ. അത് കീറിയെടുത്ത് കോട്ടായിൽ കൊണ്ടുപോയി ഷെയ്പ്പാക്കി വിൽക്കും. ഭയങ്കര വിലയാ അതിന്. ഈ ഡോബാക്കി ഖാനിലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടോ? കാണുമായിരിക്കും. മലയാളികളില്ലാതെ ഏത് സ്ഥലമാ ലോകത്ത്? പണ്ട് അമേരിക്കക്കാർ ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചായക്കട, ചട്ടുകാലൻ ചന്ദ്രൻ്റെ. പുളുവാ, എന്നാലും അതിലൊരു വാസ്തവം ഇല്ലേ? അതും പറഞ്ഞ് കുമാരേട്ടൻ പൊട്ടിച്ചിരിച്ചു. വിൻസെൻറ്റും കൂടെ ചേർന്നു. ഞാനൊരു കാര്യം കുമാരേട്ടനോട് പറയാൻ മറന്നു. എന്താ? വിൻസെൻ്റ് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് കുമാരേട്ടൻ്റെ നേർക്ക് നീട്ടി. അയാളൊരു സിഗരറ്റ് എടുത്തു. ഒരെണ്ണം വിൻസെൻറ്റും എടുത്തു. വിൻസെൻ്റ് ലൈറ്റർ തെളിച്ചു. കുമാരേട്ടൻ്റെ ലൈറ്റർ കത്തിച്ചു കൊടുത്തു. സിഗരറ്റ് കത്തിച്ചു കൊടുത്തു. ഞാൻ ഫോൺ ചെയ്യാൻ പോയപ്പോൾ ഒരു ജീപ്പ് എന്നെ ഇടിച്ച് വീഴ്ത്തേണ്ടതായിരുന്നു. ആ ബൂത്തിന് മുന്നിൽ വെച്ച് തോളേല ഇടി കിട്ടിയത് ഇപ്പോഴും വേദനിക്കുന്നു. ആരുടെ ജീപ്പാ? ആ കോട്ട സ്റ്റോണിൻ്റെ കച്ചവടക്കാരനാണെന്നാ ബൂത്തുകാരൻ പറഞ്ഞതു. ഒരു ചുവന്ന ജീപ്പാണോ? ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ ഷൺമുഖം ചെട്ടിയാരുടേതാ. മദ്രാസിയാ, തമിഴൻ. ഇവിടെ മദ്രാസി എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യ മുഴുവൻ പെടും. വിൻസെൻ്റ് കുമാരേട്ടനെ സൂക്ഷിച്ചു നോക്കി. കുമാരേട്ടന് അയാളെ പരിചയമുണ്ടോ? എവിടുന്ന്? അയാൾ എൻ്റെ കടയിലോട്ട് ഇന്നേ വരെ തിരിഞ്ഞു കയറിയിട്ടില്ല. ജീപ്പേൽ പാഞ്ഞു പോകുന്നത് കാണാം. ഡോബാക്കി ഖാനിൽ അയാൾക്കൊരു കോട്ട സ്റ്റോൺ ക്വാറിയുണ്ട്. ഓ, കാശ് കുറേ ഉണ്ടാക്കി 2 കൊല്ലം കൊണ്ട്. കോട്ടായിൽ അയാൾക്ക് മില്ലും കടയുമുണ്ട്. കുമാരേട്ടന് എവിടുന്ന് കിട്ടുന്ന ഈ വിവരങ്ങളെല്ലാം? നേരിട്ടൊരു സമ്പർക്കം ഇല്ലാതെ. ഇവിടെ എല്ലാവരും വരും. ചായക്കടയല്ലേ, വരുന്നവർ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പ്രായമായി പണി ചെയ്യാൻ പറ്റാതെ വെറുതെ ഇരിക്കുന്നവർ. നമുക്ക് നാളെ ഡോബാക്കി ഖാനിലൊന്ന് പോയാലോ കുമാരേട്ടാ? മുട്ട പൊരിച്ചതെടുത്ത് ചവച്ചുകൊണ്ട് വിൻസെൻ്റ് ചോദിച്ചു. അതെന്തിനാ? കാണാൻ. എനിക്ക് കണ്ടിട്ടില്ലാത്തതൊക്കെ കാണാൻ വലിയ താല്പര്യമാണ്. അവിടെ എന്നാ കാണാനാ? നമ്മുടെ നാട്ടിലെ കരിങ്കല്ലുമട കണ്ടിട്ടില്ലേ? അതുപോലൊക്കെ തന്നെ. എന്നാലും എനിക്കൊന്ന് കാണണം. വണ്ടിയും വള്ളവും ഒന്നുമില്ല അങ്ങോട്ട്. ഞാൻ ടാക്സി പിടിച്ചുകൊണ്ട് വരാം. കുമാരേട്ടൻ എന്നെ ഒന്ന് കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നാൽ മതി. നോക്കട്ടെ, കടയിൽ ആൾ വേണ്ടേ? അത് വേണമെങ്കിൽ ഞാനിരുന്നോളാം കുമാരേട്ടാ. കുമാരേട്ടൻ പൊട്ടിച്ചിരിച്ചു. നീ ആൾ കൊള്ളാമല്ലോടാ മോനെ. വിൻസെൻ്റ് ചിരിച്ചുകൊണ്ട് അടുത്ത ലാർജ് ഒഴിച്ചു. കുമാരേട്ടൻ നാട്ടിലോട്ടെങ്ങും പോകാറില്ലേ? ഓ, അവിടെ ആരിരുന്നിട്ടാ? അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ പൊക്കിൾക്കൊടി ബന്ധം മുറിഞ്ഞു പോയില്ലേ? ഒരു പെങ്ങളുണ്ടായിരുന്നതും പോയി. പെങ്ങളുടെ മക്കൾ എങ്ങാണ്ടൊക്കെയുണ്ട്. എന്നാലും ജനിച്ചു വളർന്ന നാടല്ലേ. വല്ലപ്പോഴും ഞാൻ ഓർക്കും. പക്ഷേങ്കിൽ ഓരോ തിരക്കാ, നേരം കിട്ടണ്ടേ. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഓർത്ത് കിടക്കും. കുമാരേട്ടൻ ഓർമ്മയുടെ വിദൂര തീരത്തേക്ക് എന്ന മട്ടിൽ നോക്കി. ഓണനിലാവത്ത് റോഡിൽ കൂടെ നടന്ന് മുട്ടപ്പം വെള്ളമുള്ള തോട് ഇറങ്ങിക്കടന്ന് പാടവരമ്പത്തൂടെ കയറി തെങ്ങിൻപുരയിടവും കപ്പക്കാലായും റബ്ബർ തോട്ടവും താണ്ടി ചെല്ലുമ്പോൾ പൂത്ത കാപ്പിച്ചെടികളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഓലമേഞ്ഞ പെര, ദൂരെ എവിടെന്നോ കേൾക്കണ നാടൻ പാട്ട്. ഓർത്താ കരച്ചിൽ വരും. ഉറങ്ങാനും പറ്റത്തില്ല. കുമാരേട്ടൻ അല്പനേരം മിണ്ടാതിരുന്നു. നിനക്ക് പാട്ടറിയാമോ? ഓഹ്, പുതിയ പാട്ടല്ല, പഴയ പാട്ട്. ഓ, കുമാരേട്ടൻ പാട്. കൊതുമ്പുവെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി. നിൻ്റെ മേശമേൽ താളം പിടിച്ച് വിൻസെൻറ്റും കൂടെ ചേർന്ന് പാടി. കൊയ്ത്തരിവാൾ തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തി. ഇടയ്ക്ക് കുമാരേട്ടൻ ഒരു ലാർജ് കൂടി ഒഴിക്കാനൊരുങ്ങിയപ്പോൾ വിൻസെൻ്റ് തടഞ്ഞു. വേണ്ട, കുമാരേട്ടൻ കഴിച്ചത് മതി. ഇത് കുമാരേട്ടനുള്ളതാ. കുമാരേട്ടൻ വെച്ചോ. വിൻസെൻ്റ് മദ്യക്കുപ്പി കുമാരേട്ടനെ ഏൽപ്പിച്ചു. വെച്ചോ കുമാരേട്ടാ, ഞാനല്ലേ പറഞ്ഞേ. എന്നിട്ട് കുമാരേട്ടൻ പോയി കിടന്നു. ഞാൻ ഈ മേശയിലെങ്ങാൻ ചുരുണ്ടു കൂടിക്കൊള്ളാം. കുമാരേട്ടൻ എഴുന്നേറ്റു. മദ്യക്കുപ്പി കുഞ്ഞിനെ എന്ന പോലെ മാറോടടുക്കി പിടിച്ചു. അപ്പം മോനെ വിജയ, ഗുഡ് നൈറ്റ്. ഓക്കെ. കുമാരേട്ടൻ വീടിനെയും കടയെയും തമ്മിൽ വേർതിരിക്കുന്ന വാതിലിനടുത്തേക്ക് നീങ്ങി. കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി. വാതിലടഞ്ഞു കഴിഞ്ഞിട്ടും ആ ഈണ ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്നു. കോട്ടാഡാം ബോറാബാസ് റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ മുതൽ റോഡ് മോശമായി. ഡ്രൈവർ ജീപ്പ് തീരെ സാവധാനമാണ് ഓടിച്ചിരുന്നത്. കല്ലുകളിലും കുഴികളിലും കയറി ഇറങ്ങി കൊടും വളവുകൾ തിരിഞ്ഞ് അത് ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇരുവശത്തും വനഭൂമി. കേരളത്തിലെ ഏതോ കാട്ടിൽ കൂടി സഞ്ചരിക്കുകയാണെന്ന് വിൻസെൻറ്റിന് തോന്നിയുള്ളൂ. ഒരു വളവ് തിരിഞ്ഞപ്പോൾ കോട്ട സ്റ്റോൺ കയറ്റിയ ഒരു ലോറി കയറ്റം കയറി വരുന്നത് കണ്ടു.
റോഡ് ഇടുങ്ങിയതിനായിരുന്നാൽ ഡ്രൈവർ ജീപ്പ് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടു. ലോറി കടന്നുപോയി. ഇറക്കത്തിൻ്റെ ആക്കം കൂടിക്കൂടി വന്നു. പിന്നെ ഒരു വളവ് തിരിഞ്ഞപ്പോൾ നിരപ്പായ പ്രദേശമായി. ഇനി കുറച്ചേയുള്ളൂ, കുമാരേട്ടൻ പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കുമാരേട്ടൻ്റെ ഒരു ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആരോടും സംസാരിക്കില്ല, കുമാരേട്ടൻ സംസാരിച്ചോളണം. കോട്ട സ്റ്റോൺ ക്വാറി കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് വേണ്ട കുമാരേട്ട. കുമാരേട്ടൻ്റെ നാട്ടിലുള്ള ഒരു ബന്ധുവിന് വീട് പണിയെന്നല്ല, കോട്ട സ്റ്റോൺ ഏതു ക്വാറിയിൽ കിട്ടും എന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ക്വാറിയിലും കയറി ഇറങ്ങി നടക്കാൻ അവസരം കിട്ടും. ശരി. ചമ്പൽ നദിയുടെ കളകളാരവം കേട്ടു തുടങ്ങി. ദാ എത്തിക്കഴിഞ്ഞു കുമാരേട്ടാ. ഇനി മുഴുവൻ ഹിന്ദി മതി. ജീപ്പ് ആദ്യം പ്രവർത്തനം നിർത്തി ഉപേക്ഷിച്ചു പോയ ഒരു കോട്ട സ്റ്റോൺ ക്വാറിക്കടുത്തെത്തി. അപ്പുറത്ത് ചമ്പൽ നദി തിളങ്ങുന്ന പച്ച നിറത്തിൽ കാണപ്പെട്ടു. മറുകരയിൽ കാടുകൾ, ഇക്കരെ ക്വാറികൾ. ജീപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മിക്കവാറും ക്വാറികളിലെല്ലാം 10ഉം 20ഉം തൊഴിലാളികൾ പാറ കീറുന്ന പണിയിൽ ഏർപ്പെട്ടിരുന്നു. കനം കുറഞ്ഞ പാറയിടുക്കുകൾ പൊട്ടിപ്പോകാതെ തേൻറാകലുകൾ പോലെ ഒന്നിനുമീതെ ഒന്നൊന്നായി അടർത്തിയെടുക്കുകയാണ്. പല കോട്ട സ്റ്റോൺ ക്വാറികളിലും ലോറികൾ നിർത്തിയിട്ട് അതിലേക്ക് കീറിയ പാറയടുക്കുകൾ ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്വാറികളിലേക്കും ലോറികൾക്ക് കടന്നു ചെല്ലാനുള്ള പാതയുണ്ടായിരുന്നു. ഒരു വലിയ ക്വാറിക്കനി പോലെ വിസ്താരമേറിയതായിരുന്നു. ക്വാറികൾക്ക് സമീപം കോട്ട സ്റ്റോൺ പാളികൾ അടുക്കി വെച്ച് ചുവരുണ്ടാക്കി കോട്ട സ്റ്റോൺ പാളികൾ കൊണ്ട് തന്നെ മേഞ്ഞ ഷെഡുകൾ കാണാമായിരുന്നു. ഇവിടെ എല്ലാം പാറ കൊണ്ടാ, കുമാരേട്ടൻ പറഞ്ഞു. കട്ടിലിന് പകരം 4 കല്ലെടുത്ത് നാട്ടി വെച്ചിട്ട് അതേലോട്ട് 2 പാളി പാറയെടുത്ത് നിരത്തും. നിലത്ത് വിരിക്കുന്നതും കോട്ട സ്റ്റോൺ, ചപ്പാത്തി വരുത്താനും കോട്ട സ്റ്റോൺ. മഴയില്ലാത്തത് കൊണ്ട് മേച്ചിലും ഈ പാളി തന്നെയാ. ഈ കാണുന്ന ഷെഡുകളിലാ തൊഴിലാളികൾ വെച്ചുണ്ടാക്കി തിന്നുകുടിച്ച് കിടക്കുന്നേ. ചില ക്വാറികളിൽ എത്തുമ്പോൾ വണ്ടി തിരിച്ച് കുമാരേട്ടൻ ഹിന്ദിയിൽ തൊഴിലാളികളോടും മേസ്തിരിമാരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡോബാക്കി ക്യാൻ. വിൻസെൻ്റ് പിറുപിറുപു. നദിക്കരയിൽ നിന്ന് അല്പം ഉയർന്ന ഭാഗത്തുള്ള ക്വാറിയിലേക്ക് ജീപ്പ് നീങ്ങി. അത് ചെറുതായിരുന്നു. ഇവിടെ പാറ പൊളിക്കൽ തുടങ്ങിയിട്ട് അധിക കാലമായില്ലെന്ന് തോന്നുന്നു, കുമാരേട്ടൻ പറഞ്ഞു. നേരിയ കയറ്റം തീർന്നപ്പോൾ ജീപ്പ് നിർത്താൻ വിൻസെൻ്റ് ആവശ്യപ്പെട്ടു. ആ ക്വാറിയിൽ ഒരു ചുവന്ന ജീപ്പ് കിടക്കുന്നത് വിൻസെൻ്റ് കണ്ടു കഴിഞ്ഞിരുന്നു. എന്തു പറ്റി? കുമാരേട്ടൻ വിൻസെൻറ്റിനെ നോക്കി. ഇന്നലെ എൻ്റെ തോളത്തിടിച്ച ജീപ്പാ അത്, വിൻസെൻ്റ് പറഞ്ഞു. ഓ, ഷൺമുഖൻ ചെട്ടിയാരുടെ ക്വാറിയാണത്. കുമാരേട്ടനും ഉത്സാഹമായി. വാ, നമുക്ക് ചോദിക്കാം. വേണ്ട, അങ്ങോട്ട് പോകണ്ട, വിൻസെൻ്റ് വിലക്കി. അവിടെയും കോട്ട സ്റ്റോൺ പാളികൾ കൊണ്ട് മേഞ്ഞ ഷെഡുകൾ ഉണ്ടായിരുന്നു. ഷെഡുകൾക്കരികെ പാറകളിൽ കഴുകിയ ഷർട്ടുകളും പാൻറ്റുകളും ഉണങ്ങാനിട്ടിരിക്കുന്നതും കാണാമായിരുന്നു. ജീപ്പ് തിരികെ കോട്ട ഡാമിലെത്തി. കുമാരേട്ടനെ കടയ്ക്ക് മുന്നിൽ ഇറക്കി. ഇനി ഞാൻ പോയിക്കോട്ടെ കുമാരേട്ടാ? വിൻസെൻ്റ് യാത്ര ചോദിച്ചു. അയാൾ വരാതെങ്ങനെയാ കൂട്ടുകാരൻ ആൻറ്റോ? അവനെ ഞാൻ ബോറാബാസിൽ വെച്ച് കണ്ടോളാം. ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവൻ ഇന്നും വന്നില്ലെങ്കിൽ കുമാരേട്ടനെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് നീമച്ചിയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറി കോട്ടായിലെത്താമല്ലോ. അവിടുന്ന് ഭോപ്പാലിൽ എപ്പോഴും വണ്ടിയുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, അതോർത്ത് പോകണ്ട. കുമാരേട്ടന് വിൻസെൻറ്റിനെ നന്നേ ബോധിച്ചു കഴിഞ്ഞിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം കുമാരേട്ടാ. കോട്ട ഡാമിൽ എനിക്ക് ഇനിയും വരേണ്ടി വരും. അഥവാ വന്നില്ലെങ്കിലും ജീവനുള്ള കാലത്തോളം ഞാൻ കുമാരേട്ടനെ മറക്കില്ല. അത്ര നല്ല അസല് കമ്പനിയല്ലായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ നമ്മുടെ കമ്പനി. കുമാരേട്ടൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. വിൻസെൻ്റ് ബാഗ് എടുത്തുകൊണ്ട് വന്ന് ജീപ്പിൽ കയറി. കുമാരേട്ടൻ ജീപ്പിനടുത്ത് തന്നെ നിന്നു. എനിക്ക് ചില ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് പിരിയുമ്പോൾ വലിയ വിഷമമാകുഞ്ഞേ, വിഷാദത്തോടെയാണ് കുമാരേട്ടൻ പറഞ്ഞത്. വിൻസെൻ്റ് കുമാരേട്ടൻ്റെ നേർക്ക് കൈ വീശി. ജീപ്പ് ബോറാപാസ് ലക്ഷ്യമാക്കി നീങ്ങി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതോടെ റോഡിന് ഇരുവശത്തും കാടായി. ടാക്സിക്കൂലി കൊടുത്ത് ജീപ്പ് പറഞ്ഞയച്ചു. ബോറാബാസിലെ ടെലിഫോൺ ബൂത്ത് എവിടെയെന്ന് കണ്ടുവെച്ചു. അതിനുശേഷം അവൻ നീമച്ചിൽ നിന്ന് വന്ന ഒരു ബസ്സിൽ കയറി കോട്ടായിലേക്ക് പോയി. കോട്ടായിലെത്തിയ ശേഷം ഷൺമുഖത്തിൻ്റെ കോട്ട സ്റ്റോൺ ഗോഡൗൺ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 3 വീലർ പിക്കപ്പ് വാൻകാരോട് ചോദിച്ച് ശരിയായ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. പുറമേ നിന്ന് നോക്കിയാൽ കട ചെറുതായിരുന്നെങ്കിൽ പിന്നാമ്പുറത്ത് വലിയ വളപ്പും ഗോഡൗണും ഉണ്ടായിരുന്നു. സ്റ്റോൺ അറുത്തുമുറിക്കുന്ന മില്ലും പോളിഷിംഗ് മെഷീനും ഒരു ഷെഡിലാണ് സ്ഥാപിച്ചിരുന്നത്. വിവിധ തരത്തിലുള്ള കോട്ട സ്റ്റോൺ നൂറുകണക്കിന് ലോഡുകൾ പിന്നാമ്പുറത്തെ വളപ്പിലും ഗോഡൗണിലും ഇറക്കി വെച്ചിരുന്നു. മെഷീനുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വളപ്പിനുള്ളിൽ ഒരു ട്രക്കും ഒരു ലോറിയും ലോഡ് കയറ്റുന്നുണ്ടായിരുന്നു. ഖാനിൽ നിന്നുള്ള ഒരു ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നതും കാണാനുണ്ട്. എല്ലാം കൂടി 15ഓ 20ഓ തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു.
വിൻസെൻ്റ് പകൽ മുഴുവൻ ആ പരിസരങ്ങളിൽ തന്നെ ചുറ്റിക്കറങ്ങി നിന്നു. വൈകുന്നേരം 4 മണിയായപ്പോൾ ഒരു ചുവന്ന ജീപ്പ് ഷോപ്പിന് മുമ്പിലെത്തി. കുതിരച്ചാണകം വീണ് കിടന്ന നിരത്തുവക്കിൽ നിന്നുകൊണ്ട് വിൻസെൻ്റ് ശ്രദ്ധിച്ചു നോക്കി. ഷൺമുഖം ജീപ്പിൽ നിന്നിറങ്ങി കടയ്ക്കുള്ളിലേക്ക് പോകുന്നത് അയാൾ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ലോഡുമായി 2 ലോറികൾ കൂടി എത്തി. കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയ ഷൺമുഖം 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങി വന്നു. ജീപ്പിൽ കയറി അയാൾ വന്ന വഴിക്ക് തന്നെ ഓടിച്ചു പോയി. കുറേ കഴിഞ്ഞ് വിൻസെൻ്റ് പോയി ഒരു ടാക്സി ജീപ്പ് വാടകയ്ക്കെടുത്തു. നോവൽ നാളെ തുടരും.